അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നയിലെ 20 വയസ്സുള്ള സെബാസ്റ്റ്യനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി 10 മണിയോടെ കോളനിക്ക് സമീപം വനാതിർത്തിയിൽ വെച്ചായിരുന്നു സംഭവം. അതിരപ്പള്ളിക്കും മലക്കപ്പാറയ്ക്കുമിടയിൽ വനത്തിനുള്ളിലാണ് അടിച്ചിൽ തൊട്ടി ഉന്നതി. ഇവിടുത്തെ നിവാസികളായ സെബാസ്റ്റ്യനും 2 സുഹൃത്തുക്കളും വനത്തിനുള്ളിൽ നിന്നും തേൻ ശേഖരിച്ച് മടങ്ങി വരുന്നതിനിടെയായിരുന്നു ആക്രമണം. മൂവരും കോളനിക്ക് സമീപം വനാതിർത്തിയിൽ വെച്ച് കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെടുകയായിരുന്നു. ഇതോടെ സെബാസ്റ്റ്യനും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും ചേർന്ന് ആനയെ തുരത്താൻ ശ്രമിച്ചു. ഇതിനിടെ ആന തിരിഞ്ഞ് സെബാസ്റ്റ്യന്റെ അടുത്തേക്ക് ഓടിയെത്തി തുമ്പിക്കൈ കൊണ്ടെടുത്ത് എറിയുകയായിരുന്നു. വീണ്ടും സെബാസ്റ്റ്യന്റെ അരികിലേക്ക് ഓടിയെത്തിയ ആന ചവിട്ടി അരയ്ക്കുകയായിരുന്നു. തേനെടുക്കാൻ പോയ സമയത്താണ് ഒരു 3 പേര് രാത്രി ഒരു 10-9:15 സമയമൊക്കെയാണ് ഇത് സംഭവം. കോളനി തൊട്ടടുത്താ. ഇവര് രാത്രി തേനെടുക്കാൻ പോയി. ആദിവാസികൾക്ക് ഇപ്പൊ തേനിന് ശേഷമാണ്. അതുകൊണ്ട് എല്ലാ ആദിവാസികളും ഇങ്ങനെ തേനെടുക്കാൻ പോകും. ഇങ്ങനെ വഴിയിൽ വെച്ച് ആന തട്ടി. പിന്നീട് ആനയിനെ ഒച്ച കേട്ടപ്പോൾ കോളനിക്കാർ എല്ലാവരും പോയി രാത്രി ചവിട്ടി തിരുമ്പി കാല എല്ലുന്ന കൂട്ടി. ആക്രമണത്തിൽ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ സെബാസ്റ്റ്യൻ അതിദാരുണമായി മരണപ്പെട്ടു. ആക്രമണത്തിൽ എല്ലുകൾ ഉൾപ്പെടെ പുറത്തുവന്ന നിലയിലായിരുന്നു. സെബാസ്റ്റ്യനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഓടിമാറിയതിനാൽ രക്ഷപ്പെട്ടു. സെബാസ്റ്റ്യന്റെ നിലവിളി കേട്ടാണ് ഉന്നതി നിവാസികൾ സംഭവം അറിയുന്നത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസും വനം വകുപ്പും രാത്രിയിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നിരന്തരം വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശമാണ് അതിരപ്പള്ളി മേഖല. പ്രദേശത്തെ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വഴിതടയൽ ഉൾപ്പെടെയുള്ള സമരങ്ങൾ അരങ്ങേറിയിട്ടുണ്ടെങ്കിലും വന്യജീവി ആക്രമണത്തിന് മാത്രം പരിഹാരമായിട്ടില്ല. വന്യജീവി ആക്രമണം തടയുന്നതിനായി വനം വകുപ്പും സർക്കാരും കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.